السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين برضا ما بعد. പ്രിയ ശ്രോതാക്കളെ, പുലിസ്റ്റർ നേട്ടത്തിന് അർഹനായ മൊസാദ് അബൂ തോഹയുടെ രചനകളിൽ ഒന്നിങ്ങനെയാണ്: എനിക്കെൻ്റെ മാതൃരാജ്യത്തെ ഇപ്പോൾ തിരിച്ചറിയാനാകുന്നില്ല, മറിച്ച് അവയുമായുള്ള ചില ഏതാനും ഓർമ്മകൾ മാത്രമേ എനിക്കുള്ളൂ. ബോബ് ഡിലൻ്റെ ഓപ്പൺ ദി ഡോർ ഹോമർ എന്ന കവിതയിലെ മറ്റൊരു വരി കൂടി നമുക്ക് നോക്കാം. ടേക്ക് കെയർ ഓഫ് ഓൾ യുവർ മെമ്മറീസ് ബിക്കോസ് യു കാനോട്ട് റിലീവ് ദം. നിങ്ങളുടെ ഓർമ്മകളെല്ലാം നിങ്ങൾ സംരക്ഷിക്കുക, കാരണം നിങ്ങൾക്ക് അവയെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയില്ല. യുദ്ധങ്ങൾ തീർക്കുന്ന ഭീതിയെയും അവ മാറ്റിമറിക്കുന്ന ജീവിതത്തെയുമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. യുദ്ധം എവിടെയും നീതിക്ക് ഇരിപ്പിടം നൽകുന്നില്ല, മറിച്ച് ഏതൊരു കാലത്തും ഏതൊരവസ്ഥയിലും എവിടെയാണെങ്കിലും യുദ്ധം അനീതിയെ മാത്രമാണ് ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ അധികാരങ്ങൾക്കിടയിലും ഭരണകൂടങ്ങൾക്കിടയിലുമുള്ള കച്ചവടമാണ് യുദ്ധം. യുദ്ധത്തിന് വിജയമില്ല, പരാജയങ്ങളും നഷ്ടങ്ങളും മാത്രമാണ് യുദ്ധത്തിനുള്ളത്. കൂട്ടക്കരച്ചിലുകളും കൂട്ടപാലായനവും മരണങ്ങളും പീഡനങ്ങളും സാമ്പത്തിക തകർച്ചയും അനാഥത്വവും മാത്രമാണ് ഏതൊരു യുദ്ധവും ബാക്കി വെക്കുന്നത്. കഴിഞ്ഞ ഇന്ത്യ പാക് യുദ്ധം, റഷ്യ യുക്രൈൻ യുദ്ധം, ഫലസ്തീൻ നേരെയുള്ള ഇസ്രായേലിൻ്റെ ക്രൂരത, ഇവയെല്ലാം പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ്. ഇവിടെയൊന്നും മനുഷ്യനെന്ന സാമൂഹിക യൂണിറ്റിന് യാതൊരു പങ്കുമില്ല. കഴിഞ്ഞ എത്യോപ്യൻ ആഭ്യന്തര തർക്കത്തിനിടയിൽ 13,000 സ്ത്രീകളെയാണ് ബലാത്സംഗം ചെയ്തത്. എന്നാൽ UN എത്യോപ്യൻ മനുഷ്യാവകാശ കമ്മീഷന്റെ കീഴിലുള്ള സംയുക്ത സമിതി റിപ്പോർട്ട് ചെയ്യുന്ന ലോക ചരിത്രത്തിൽ ഇരുണ്ട അധ്യായം എന്ന് രേഖപ്പെടുത്തിയ ബോസ്നിയൻ വംശഹീതയിൽ 20,000 മുതൽ 80,000 വരുന്ന സ്ത്രീകളെയാണ് ബലാത്സംഗം ചെയ്തത്. എന്തിനുമേറെ കഴിഞ്ഞ 2ാം ലോക മഹായുദ്ധത്തിൽ കംഫോർട്ട് വുമൺ എന്നൊരു പ്രയോഗം തന്നെ നിലവിൽ വന്നിരുന്നു. സ്ത്രീകൾ മാത്രമല്ല, കുട്ടികളും യുദ്ധത്തിന്റെ പ്രധാന ഇരകളാണ്. 1.5 ലക്ഷത്തോളം മനുഷ്യരുടെ ജീവൻ പൊലിഞ്ഞ ഫലസ്തീന്റെ മണ്ണിൽ 40% കുഞ്ഞുങ്ങളായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ തലയറുക്കപ്പെട്ട 40 കുഞ്ഞുങ്ങൾ എന്ന നുണക്കഥ വിശ്വസിച്ചവർക്ക് ഇത് മിഥ്യയല്ല, സത്യമാണ് എന്ന് ബോധ്യം െന്നും പാർപ്പിടങ്ങളും താമസസ്ഥലവും കൃഷികളും നശിപ്പിക്കണം ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ഏതൊരു യുദ്ധശേഷവും അഭയാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. യുണൈറ്റഡ് നാഷണൽ ഹൈക്കമ്മീഷൻ ഫോർ റെഫ്യൂജീസ് ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥികളെയാണ് ഇസ്രായേൽ യുദ്ധം സൃഷ്ടിച്ചത്. 2020 കണക്ക് പ്രകാരം 13,000 വരുന്ന അഭയാർത്ഥികളെയാണ് ഇസ്രായേൽ യുദ്ധം സൃഷ്ടിച്ചത്. എന്തിനുമേറെ കഴിഞ്ഞ 2ാം ലോക മഹായുദ്ധത്തിൽ വരെ ഇത് ഉണ്ടായിട്ടുണ്ട്. റഫാത്ത് 2023 ഒക്ടോബർ 12 റഫാത്ത് അലിർ പോസ്റ്റ് ചെയ്തൊരു കവിതയുണ്ട്: ഇഫ് ഐ മസ്റ്റ് ഡിഡ് യു മസ്റ്റ് ലൈവ്. എനിക്ക് മരിക്കേണ്ടി വന്നാൽ നീ ജീവിക്കണം, എൻ്റെ കഥകൾ പറയാൻ, എൻ്റെ കഥകൾ വിറ്റയക്കാൻ, എനിക്ക് വേണ്ടി ഒരു തുള്ളി നൂൽ ചോരും വേങ്ങാൻ. അതുകൊണ്ട് കഥകളില്ലാത്ത കാലയുടെ പോക്കൂത്താണ് യുദ്ധം എന്ന് ബോധപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാ ഖുർദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.